കൈക്കൂലി കേസിൽ അറസ്റ്റിലായ കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്ന വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണവുമായി വിജിലൻസ്. വൈറ്റിലയിലെ കോർപ്പറേഷൻ സോണൽ ഓഫീസിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ രേഖകൾ പിടിച്ചെടുത്തു. നേരത്തെ നൽകിയ ബിൽഡിംഗ് പെർമിറ്റുകളുടെ രേഖകളും പരിശോധനയ്ക്കെടുത്തിട്ടുണ്ട്. വൈറ്റിലയിലെ കൊച്ചി കോർപ്പറേഷൻ സോണൽ ഓഫീസിലെ എഞ്ചിനീയറിംഗ് ആൻഡ് ടൗൺ പ്ലാനിംഗ് വിഭാഗത്തിൽ വിജിലൻസ് CI ഫിറോസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. 3 മണിക്കൂർ നീണ്ട പരിശോധനയിൽ ചില രേഖകൾ പിടിച്ചെടുത്തു. സമീപകാലത്ത് സ്വപ്ന അനുവദിച്ച കെട്ടിട നിർമ്മാണ പെർമിറ്റുകളുടെ പൂർണ്ണ വിവരം വിജിലൻസ് സംഘം ശേഖരിച്ചു. ഔദ്യോഗിക കാലയളവിൽ സ്വപ്ന വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്നും വിജിലൻസ് സംഘം പരിശോധിക്കുന്നുണ്ട്. സ്വപ്നയുടെ കാറിൽ നിന്ന് കണ്ടെത്തിയ 45,000 രൂപയും കൈക്കൂലി പണമാണോ എന്നും അന്വേഷിക്കുകയാണ്. ഇന്നലെയാണ് കൈക്കൂലി വാങ്ങുന്നവരുടെ സ്വപ്ന നാടകീയമായി വിജിലൻസിന്റെ പിടിയിലായത്. തൃശൂർ സ്വദേശിയായ സ്വപ്ന കുടുംബവുമായി നാട്ടിലേക്ക് പോകും വഴിയാണ് പൊന്നുരുത്തിക്ക് സമീപം പണം വാങ്ങുന്നതിനിടെ വിജിലൻസ് കൈയോടെ പിടികൂടിയത്. 3 നില അപ്പാർട്ട്മെന്റിലെ 20 ഫ്ളാറ്റുകൾക്ക് നമ്പറിട്ട് നൽകാനായിരുന്നു സ്വപ്ന കൈക്കൂലി ആവശ്യപ്പെട്ടത്. പരാതിക്കാരൻ ജനുവരിയിൽ അപേക്ഷ നൽകിയെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് നടപടി വൈകിപ്പിച്ചു. സ്വപ്ന നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്തിയിട്ടും നമ്പർ ലഭിച്ചില്ല. ഒരു നിലക്ക് 5,000 രൂപ വീതം 15,000 രൂപ സ്വപ്ന ആവശ്യപ്പെട്ടതോടെയാണ് പരാതിക്കാരൻ വിജിലൻസിനെ സമീപിച്ചത്. വിജിലൻസ് തയ്യാറാക്കിയ കൊച്ചി കോർപ്പറേഷനിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ പട്ടികയിലെ മുൻനിരക്കാരിയാണ് പിടിയിലായ സ്വപ്ന. 24 കൊച്ചി.